ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. സലീനെ, എന്താപ്പാ? കണ്ട ചട്ടമ്പികളൊക്കെ അകത്തേറ്റി അതോടെ ഇരുത്തുന്നേ. ആന്റിയുടെ കൂടെ വന്നതായാള്. ഞാൻ പറഞ്ഞു. ഇവനിത് എന്തോ വിചാരിച്ചാ? അവനൊന്ന് കയറി ഇരുന്നെന്ന് വിചാരിച്ചെന്താ? ആൻഡു, എനിക്ക് ഈ നാട്ടിൽ നിലയം വിലയുണ്ട്. ഇന്നലെ വരെ ഇവനൊന്നും ഈ പടി കടന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല. നക്കാപ്പിച്ച വല്ലതും കൊടുത്താ പറയുന്ന എന്തും ചെയ്യും. ആൻഡു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. 10-25 വർഷം ഈ മണ്ണിൽ അധ്വാനിച്ച ഞാൻ ഈ നിലയിലെത്തിയത്. എനിക്ക് അർഹതപ്പെടാത്ത ഒരു ചില്ലിക്കാച്ച് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇവന്മാരുടെയും സഹായം എനിക്ക് ഇന്നേ വരെ വേണ്ടി വന്നിട്ടില്ല. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന എന്റെ ആശ. നിന്റെ അപ്പന്റെ വിചാരം ഞാനെന്തോ കള്ളക്കടത്തോ കരിഞ്ഞെന്ന് നടത്തുന്ന പോലെയാ. കള്ളത്തടി കെട്ടാനും ആനക്കൊമ്പ് മോഷ്ടിക്കാനും ഒക്കെ പോണ സംഘത്തിൽപ്പെട്ടതായി കുഞ്ഞച്ചൻ. 1-2 പ്രാവശ്യം പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയാ? അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ല, നിങ്ങൾക്കൊക്കെ അത് മോശമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പണക്കാരനല്ലെങ്കിലും 3 നേരം കഞ്ഞി കുടിക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ അപ്പൻ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കറിഞ്ഞൂടെ എന്റെ ആന്റോനെ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. എന്താണ് മാർത്തെ ഞെക്കി പൈപ്പിക്കാ മാണ്ടി? പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിറ്റിൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. ബാപ്പ എന്താ കുഞ്ഞിട്ടുള്ളക്കാ? മീൻ തീർന്ന ഇത്ര പെട്ടെന്ന്? മുഴുവൻ തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്. തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറിൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട്? ഉരുണ്ട് കൂട്ടണ. എവിടെ? ആരാ കണ്ടത്? കണ്ട് നമ്മളാണ്. മുതലക്കളവിലെടുത്ത് മരത്തമ്മലങ്ങനെ കുത്തിരിക്കുന്നത്. അച്ഛ അവിടേക്ക് 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 ഇതാ ഏകദേശം ഇത്ര ദൂരത്ത് ഇതാ ഇങ്ങനെ നിൽക്കണ്. അതാണ് പുലി തന്നെയാണോ? അല്ല വല്ല പട്ടി പൂച്ചയോ? ഇതെന്തോ ഒലക്കാമല വർത്താനാണോ പറയുന്നത്? പുലിയാണോ? നല്ല 1-ാം പുള്ളി. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മണിയപ്പുരി പിടിച്ചില്ലേ, അതേ സാധനം. മണി അടിക്കട്ടെ, വേഗം ആട്ടെ. അടിക്കട്ടെ അച്ഛനോ? പോയ അടിയടോ. അതുകുട്ടി, പള്ളിമണിയല്ലേ കേക്കണേ? അതെ. എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ. ഗോവിന്ദ, പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീൻ, പുലി ഇറങ്ങി. വൈദ്യരെ, നേരെ ഇരുട്ടുതലും പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണികളാരാണ്ട് ചത്തമണിയാ? ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരിദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യുതി വേഗം പീടിയടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ.
ആ രാമകുട്ടി ഉണ്ടല്ലോ വക്കീല് മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ വീട്ടിൽ പോവാൻ നോക്ക്. തമ്മി കണ്ട നാളെ സംസാരിക്കാം. അങ്ങനെയാണ്.